ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുക്കിംഗ് വീഡിയോസിലോട്ട് കിടക്കാം കേട്ടോ. ഇനി നമ്മുടെ ചാനലിൽ ഇനി കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഇടും, ചാനലിടുന്നതാണ്. പാർട്ടായിട്ട് വീഡിയോസ് ഇടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 എന്തായാലും മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ മാമ്പഴ പുളിശ്ശേരിയാണ്. സെക്കൻഡ് ഐറ്റം പുറകെ വരുന്നതാണ് കേട്ടോ, മറക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. മാമ്പഴ പുളിശ്ശേരിക്ക് ഞാൻ ഈ ടൈപ്പിൽ കട്ട് ചെയ്താട്ടോ എടുക്കുന്നത്. എന്താന്ന് വെച്ചാല് നമുക്ക് ആ രീതിയിലുള്ള മാമ്പഴ പുളിശ്ശേരി വെക്കേണ്ട മാങ്ങയല്ല ഇത്, നമ്മുടെ നോർമലി ഉള്ള മാങ്ങയാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത്. ഞാൻ ഇതൊരു വട്ടം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ വെച്ചാലും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ടൊരു പാത്രം എടുക്കാം കേട്ടോ. ഈ ഒരു ടൈപ്പ് ഉരുളി പാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യണം, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം, കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് 2 നടുവിൽ ഇങ്ങനെ കീറിയിട്ട് അങ്ങനെ ഇട്ടത്, പിന്നെ എന്താ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് ഇട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. വെന്ത് വരുന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതിലോട്ടുള്ള അരപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. കാരണം വീഡിയോ എടുക്കാനായിട്ട് നിന്നാൽ ചിലപ്പോൾ കറണ്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, കാരണം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. അതുകൊണ്ട് അരക്കുന്നത് ഞാൻ കാണിക്കാൻ നിന്നില്ല, അരച്ച ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലോട്ട് അല്പം തൈര്, കട്ടത്തൈരാണ് എടുത്തിട്ടുള്ളത്. കട്ടത്തൈര് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് അതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ജീരകവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടി അതിലിട്ടിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല, അപ്പോൾ ഓവർ കളറായി പോവും. അതിൻ്റെ പേരിൽ നമ്മൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇത് വെന്ത് വരേണ്ടത് കേട്ടോ. ഈ ഒരു രീതി വേണം, ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞും പോകരുത്, എന്നാൽ നമുക്ക് കുറച്ച് ഇങ്ങനെ കടിക്കാനും കിട്ടണം. ആ രീതിയിലാണ് നമ്മൾ മാങ്ങ വേവിക്കേണ്ടത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി വരണം. നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കടിക്കാനും കിട്ടണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ്, നമുക്കൊരു കഴിക്കാനൊരു സ്വാദൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തൈര് തേങ്ങയായിട്ട് അരച്ചത് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ശർക്കര ഇട്ട് കൊടുക്കാം, ഒരു ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വേവിക്കുന്ന ടൈമിൽ ഇടേണ്ടതായിരുന്നു, ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വേവിക്കുന്ന ടൈമിൽ, മാങ്ങ വേവിക്കുന്ന ടൈമിൽ ശർക്കര ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം ഞാനത് മറന്നു പോയതുകൊണ്ടാണ്, സോറി. അപ്പോൾ ഇപ്പോഴാണ് ആ ശർക്കര ഇടുന്നത്. ഇന്ന് ഉരുകി നന്നായിട്ട് സെറ്റാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചുട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയത് യോജിപ്പിച്ചിടും. അതവിടെ റെഡിയാകുന്ന ടൈമിൽ നമുക്ക് വറ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ കടുക് കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അത് ഓപ്ഷണലാണ്. ചിലർ ഇതിൽ കടുക് ചേർക്കും, ചിലർ കടുക് ചേർക്കാതെ ഉലുവ മാത്രമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും ഇതിൽ കടുക് ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചൽ മുളകും പിന്നെ വേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് മതി. ഇനി വറ നമുക്ക് അതിലേക്ക് ഒഴിക്കും. നമ്മൾ വറ കൂടെ ചേർത്തിട്ടുണ്ട്. പരിപാടി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഈ പഴംപുളിശ്ശേരി എന്ന് പറയുന്നത്. ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.